ജോൺസേട്ടാ, ആ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ച എന്ന് പറയുന്നത് ആ നമ്മുടെ പ്രിയ നടൻ മമ്മൂട്ടിയുടെ അസുഖത്തെ ചൊല്ലി ആ നമ്മുടെ മോഹൻലാല് ശബരിമലയിൽ ഒരു വഴിപാട് നടത്തിയിട്ടുണ്ടായി. ഉവ്വ അപ്പൊ അതിനെ ചൊല്ലി അബ്ദുള്ള പല പ്രസ്താവനകൾ ഇറക്കുകയും അത് ഉവ്വ തെറ്റാണെന്ന് സ്ഥിരീകരിക്കുകയും ഉം, പല ചർച്ചകളും ഇപ്പൊ നടക്കുന്നുണ്ട്. ഉവ്വ. ജോൺസന്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് എന്റെ അഭിപ്രായം? സത്യത്തില് ഈ ഒരു വ്യക്തിക്ക് അസുഖം ബാധിച്ച് വയ്യാതിരിക്കുന്നു വെച്ചാൽ അസുഖം ബാധിച്ച് പ്രത്യേകിച്ച് വളരെ ഒരു ടെൻഷൻ പിടിച്ചിരിക്കുക, മാനസികമായിട്ട് പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് വളരെയധികം എല്ലാ തരത്തിലും വളരെ മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ആ വ്യക്തിയോട് അസൂയ ഉള്ള ആളുകൾ ആ വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയം വിവാദമാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ എന്താ പറയുക, നമ്മുടെ പ്രസിദ്ധനായ നടനോടുള്ള അസൂയ ഉള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിൽ താല്പര്യമില്ലാത്ത ആളുകൾ, ഇഷ്ടമില്ലാത്ത ആളുകൾ, അവർ മനഃപൂർവ്വം എന്താ പറയുക ചെയ്തൊരു ദ്രോഹമാണെന്നാണ് ഈ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് വയ്യാതിരിക്കുന്ന സമയത്ത് ആ ആളെ കൂടുതൽ കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക, പ്രശ്നത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പൈശാചികമായ കൃത്യമാണ്. ഒരു പിശാചിൻ്റെ യഥാർത്ഥ ലക്ഷണമാണ് ഈ വിവാദം കൊണ്ട് നടക്കുന്ന ആളെ പറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരിക്കലും ഒരാൾ വയ്യാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ആളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു പിശാചിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്ത് ചാനലുകളും മാധ്യമങ്ങളും ആരൊക്കെയാണോ ഇതിൻ്റെ പിന്നിലുള്ള അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരാളെ കൂടുതൽ കൂടുതൽ മാനസിക സംഘർഷത്തിലാക്കുക, അവരെ കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കുക കഴിഞ്ഞാൽ എന്ത് വൃത്തികെട്ട ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഈ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. ഇതിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പക്ഷേ വളരെ പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്.